എറണാകുളം ജില്ലയിൽ വൈപ്പിൻകരയിലെ നെടുങ്ങാട് എന്ന ഗ്രാമത്തിൽ ആക്കനത്ത് വീട്ടിൽ അഗസ്റ്റിൻ്റെയും പറവൂർ വടക്കേക്കര കുനിയന്തോടത്ത് ബേബിയുടെയും 4 മക്കളിൽ രണ്ടാമനായാണ് ജെയ്മോൻ ആക്കനത്തിൻ്റെ ജനനം. മൂത്ത സഹോദരൻ ജിസൻ, ഇളയ സഹോദരങ്ങളായ ജെസ്സി, ഫാദർ ആന്റണി ആക്കനത്ത് എന്നിവരാണ് ജെയ്മോൻ്റെ സഹോദരങ്ങൾ. നായരമ്പലം വടേൽ സെന്റ് ജോർജ് LP സ്കൂൾ, ഞാറയ്ക്കൽ സെന്റ് മേരീസ് UP സ്കൂൾ, ഞാറയ്ക്കൽ ഗവൺമെൻറ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം ശ്രീ ജെയ്മോൻ ആക്കനത്ത് ഞാറയ്ക്കൽ മേരിമാത കോളേജിൽ പ്രീ ഡിഗ്രി പഠനവും കഴിഞ്ഞ് ചിത്രകലയിൽ ഡിപ്ലോമ കരസ്ഥമാക്കുകയും തുടർന്ന് ആർട്ടിസ്റ്റ് കീത്തോയ്ക്കൊപ്പം സിനിമ പരസ്യകലയിൽ 5 വർഷക്കാലം പ്രവർത്തിക്കുകയും പിന്നീട് സ്വന്തമായി അഡ്വർടൈസിംഗ് സ്ഥാപനം ആരംഭിക്കുകയും ചെയ്ത ശ്രീ ജെയ്മോൻ ആക്കനത്ത് ചിത്രകലയ്ക്ക് പുറമെ കഥ, കവിത, ഭക്തിഗാനരചന, സംഗീതം, ഗാനാലാപനം എന്നിവയ്ക്ക് സമയം കണ്ടെത്തുകയും 60-ൽ പരം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ വിപണിയിൽ എത്തിക്കുകയും ചെയ്തു. ശ്രീ ജെയ്മോൻ ആക്കനത്ത് തൻ്റെ ദൈവാനുഭവം പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ് ട്രൂ സ്റ്റോറിയിലൂടെ. ഞാൻ ജനിച്ചത് എറണാകുളം ജില്ലയിലെ വൈപ്പിൻകരയിലെ ഒരു ഉൾനാടൻ ഗ്രാമപ്രദേശമായ നെടുങ്ങാട് എന്ന ഗ്രാമത്തിലാണ്. എൻ്റെ പിതാവ് AD അഗസ്റ്റിൻ, അമ്മ ബേബി. അമ്മയുടെ കുടുംബപ്പേര് കുനിയന്തോടത്ത്. അമ്മ വടക്കൻ പറവൂരാണ് അമ്മയുടെ സ്വദേശം. എൻ്റെ പിതാവ് AD അഗസ്റ്റിൻ, അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് ആക്കനത്ത്. നെടുങ്ങാടുള്ള ആക്കനത്ത് കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. എൻ്റെ സഹോദരങ്ങൾ, എനിക്ക് മൂത്ത ഒരാൾ ജിസൻ, എൻ്റെ ഇളയാൾ ജെസ്സി, അതിൻ്റെ ഇളയാൾ ഫാദർ ആന്റണി ആക്കനത്ത്. അങ്ങനെ 4 പേരടങ്ങിയ ഒരു കുടുംബമാണ് എൻ്റെ പിതാവിൻ്റെ അപ്പൻ, അതായത് എൻ്റെ അപ്പാപ്പൻ ഒരു മുഴുവൻ സമയ സംഗീത പ്രവർത്തനവുമായി നടന്നിരുന്ന ഒരാളാണ്. അദ്ദേഹം വൈപ്പിൻകരയിലെ അറിയപ്പെടുന്ന ഒരു വയലിനിസ്റ്റായിരുന്നു. ഒരു കാലത്ത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നിന്നും അദ്ദേഹത്തിന് ഒരു നിശ്ചിത തുക വയലിനിസ്റ്റ് എന്ന രീതിയിൽ കിട്ടിയിരുന്നു. അദ്ദേഹം നിരവധി പള്ളികളിൽ അക്കാലത്ത് കൊയർ നടത്തിയിരുന്ന ഒരു സംഗീത പ്രതിഭയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വയലിനോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ നിർമ്മിച്ച ഒരു തമ്പേർ എന്ന് പറയുന്ന ഒരു കലാരൂപവും, അതോടൊപ്പം തന്നെ സ്ലിയാങ്കോൽ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഒരു ബെല്ലും, അതെല്ലാം കൂടി സംയോജിപ്പിച്ചിട്ടുള്ള ഒരു ഉപകരണം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. അദ്ദേഹം അതുണ്ടാക്കിയതിനെക്കുറിച്ച് എന്നോട് പറഞ്ഞത്, കൊയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും വരാമെന്ന് ഏൽക്കുന്ന അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള പലരും ആ സമയങ്ങളിൽ വരാതെ വരുമ്പോൾ അദ്ദേഹം പലപ്പോഴും വലിയ ബുദ്ധിമുട്ടിലാവും. അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം തന്നെ ഈ ബുദ്ധിമുട്ടിനൊരു പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. ഈ തമ്പോറെല്ലാം ഉണ്ടാക്കുന്നത് എന്തോ പശുവിൻ്റെ മൂത്രസഞ്ചി അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഓരോ ഓർമ്മ. അതിൽ വെള്ളം നിറച്ച് കുറേ ദിവസങ്ങളോളം വെയിലത്ത് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ട് കുറേ കഴിഞ്ഞ് ഇത് ഉണങ്ങി വന്നു കഴിയുമ്പോൾ അത് വെച്ചിട്ടാണ് ഈ തമ്പോർ ഉണ്ടാക്കുന്നത്. അതുണ്ടാക്കി ഒരു ചെറിയൊരു സ്റ്റാൻഡ് പോലെയുള്ള ഇതിൽ പിടിപ്പിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കാല് വെച്ച് അമർത്തുമ്പോൾ അതുമ വന്ന് ഇത് അടിക്കാവുന്ന രീതിയിൽ എല്ലാം അത് ചെയ്തത്. അത് വന്ന് ഈ തമ്പോറിൽ വന്ന് മുട്ടുകയും അതേസമയം തന്നെ ഈ സ്ലിയാങ്കോൽ എന്ന് പറയുന്ന അതിൽ വന്ന് ബെല്ലടിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് അദ്ദേഹം അന്ന് നിർമ്മിച്ചത്. അതോടൊപ്പം തന്നെ വയലിനും അദ്ദേഹത്തിൻ്റെ വായ്പാട്ടും, അദ്ദേഹം ഒരു സുറിയാനി പാട്ട് ഖുർആനയ്ക്ക് പാടിയിരുന്ന ആളായിരുന്നു. ഈ 4 കാര്യങ്ങൾ ഒരേ സമയം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അക്കാലത്ത് പല പള്ളികളിലും അദ്ദേഹം കൊയർ നടത്തുമായിരുന്നു. അപ്പോൾ ആ കൊയറുകൾക്കെല്ലാം ഇദ്ദേഹം ഈ സംവിധാനവുമായിട്ടാണ് പോയിരുന്നത്. അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് എൻ്റെ ചെറുപ്പകാലത്ത് അവിടെ ഈ മാസവണക്കം അങ്ങനെയുള്ള
ആചാരങ്ങളെല്ലാം നടക്കുമ്പോൾ എല്ലാ ദിവസവും തന്നെ ആ മാസവണക്കത്തിൻ്റെ പാട്ടുകളും പ്രാർത്ഥനകളും എല്ലാമായി വളരെ ആഘോഷപൂർവമായി നടത്തപ്പെടുന്ന ഒരു പ്രാർത്ഥനാ രൂപമായിരുന്നു അക്കാലത്ത് എൻ്റെ ചെറുപ്പത്തിലെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരുന്നത്. ഒരു പക്ഷേ അതായിരിക്കാം എന്നിലേക്ക് സംഗീതത്തിൻ്റെ അംശങ്ങൾ എന്നിലേക്ക് വന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അക്കാലത്ത് ഞങ്ങളുടെ വീടിന് ചുറ്റും മതിലുകളോ വേലിക്കെട്ടുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഏതാണ്ട് എൻ്റെ വീടിൻ്റെ പരിസരത്തുള്ള വീടുകളെല്ലാം തന്നെ ആക്കനത്ത് കുടുംബത്തിലെ ആളുകളുടെ വീടുകളായിരുന്നു. ഞങ്ങളെല്ലാവരും സഹോദരങ്ങളെപ്പോലെ ഓടിക്കളിച്ച് നടന്നിരുന്ന ഒരു ഗ്രാമമായിരുന്നു അത്. അപ്പോൾ ഈ മാസവണക്കം കാലം കൂടുക എന്ന് പറയുന്ന ഒരു ചടങ്ങ് അടുത്തടുത്ത വീടുകളിലും എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവും. എല്ലാ വീട്ടിലും ഒരേ ദിവസം വെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല പല ദിവസങ്ങളിലായിട്ടാണ് നടത്തപ്പെടുന്നത്. അന്നാളുകളിൽ പാച്ചോർ എന്ന് പറയുന്ന ഒരു ഭക്ഷണം ഉണ്ടാക്കുകയും എല്ലാ വീട്ടിലെയും പിള്ളേർ ഓരോ വീടുകളിൽ ആ പ്രാർത്ഥനയ്ക്ക് വരികയും അത് വിതരണം ചെയ്യുകയും വട്ടം വളഞ്ഞു നിന്ന് കൈ നീട്ടി നമ്മൾ വാങ്ങിക്കുന്ന ഒരു പ്രവണത അന്നുണ്ടായിരുന്നു. അപ്പോൾ പലരും മേടിച്ചവർ തന്നെ ഇടയിൽ കൂടി പിന്നെ കൈയൊക്കെ ഇട്ട് മേടിക്കുന്ന വളരെ രസകരമായ സംഭവങ്ങളൊക്കെ ഞാൻ ഓർത്തു പോവുകയാണ്. എന്തായാലും എൻ്റെ ബാല്യത്തിൽ അങ്ങനെ വളരെ ആഘോഷമായ പാട്ടുകളും എല്ലാം വാദ്യോപകരണങ്ങളും എല്ലാം കൂടിയുള്ള ഒരു ആഘോഷങ്ങളായിരുന്നു എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതെല്ലാം എൻ്റെ സംഗീത ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിട്ടാണ് ഞാൻ കാണുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഞാൻ അവിടെ നെടുങ്ങാട് സ്കൂളിൽ 1-ാം ക്ലാസ് വിദ്യാഭ്യാസം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഫാദറിനെ നായരമ്പലം എന്ന സ്ഥലത്തേക്ക്, അവിടെ നിന്ന് ഏതാണ്ട് 2 കിലോമീറ്റർ റോട്ടിലോട്ട് മാറി കുറേ കൂടി ആ ഉൾഗ്രാമത്തിൽ നിന്നും കുറച്ചും കൂടി കയറി വന്ന് ഒരു സ്ഥലത്ത് വീട് പണിയുകയും എൻ്റെ പഠനം 1-ാം ക്ലാസ്സിൽ വെച്ച് അവിടെ നിർത്തുകയും വീണ്ടും വാടേൽ എന്ന സ്കൂളിൽ വന്ന് ഒന്നിൽ തന്നെ എന്നെ ചേർക്കുകയും അങ്ങനെ ഞാൻ നായരമ്പലം എന്ന സ്ഥലത്ത്, ശരിക്കും നായരമ്പലം ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട സ്ഥലം തന്നെയാണ് നെടുങ്ങാടെങ്കിലും 2 കിലോമീറ്റർ വ്യത്യാസമുണ്ട് ഞാൻ പിന്നീട് വന്ന് താമസിക്കുന്ന വീടുമായിട്ട്. അവിടെ വരികയും പിന്നീടുള്ള എൻ്റെ വിദ്യാഭ്യാസ കാലം 1 മുതൽ 4 വരെ വാടേൽ സ്കൂളിലായിരുന്നു. ആ സ്കൂളെല്ലാം ഇന്ന് അവിടെ ഇല്ല. അവിടെ സ്കൂൾ കെട്ടിടമൊക്കെ മാറി അതൊക്കെ പുതിയ രീതിയിലുള്ള ഇതൊക്കെ വന്നു, പുതിയ പള്ളി പണിതു. അങ്ങനെ എൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകളിൽ ഒരു നഷ്ടബോധം തോന്നുന്ന ഒരു സാഹചര്യമാണ് വാടേൽ പള്ളിയെ സംബന്ധിച്ചിടത്തോളം. വാടേൽ പള്ളി നവീകരിച്ചു, നല്ലൊരു പള്ളി അവിടെ വന്നു. പഴയ ബിൽഡിങ്ങിൻ്റെ യാതൊരു അവശേഷിപ്പും ഇന്ന് അവിടെയില്ല. എങ്കിൽ പോലും വളരെ മനോഹരമായ ഓർമ്മകളാണ് ആ വാടേൽ പള്ളിയെക്കുറിച്ചും നെടുങ്ങാട് പള്ളിയെക്കുറിച്ചും എല്ലാം എനിക്കുള്ളത്. വാടേൽ സ്കൂളിൽ ഞാൻ പഠിക്കുമ്പോൾ അവിടുത്തെ പള്ളിക്ക് ചുറ്റുമുള്ള വളരെ മനോഹരമായ പൂഴിമണലുണ്ട്. നമ്മൾക്ക് ഇൻ്റർവെൽ സമയത്ത് ബെല്ലടിക്കുമ്പോൾ എല്ലാ കുട്ടികളും ഓടി വന്ന് ആ പൂഴിമണലിൽ കമന്ന് കിടന്ന് ഊതിയും കാന്തം വെച്ച് ഇങ്ങനെ കുറച്ച് മണ്ണിലിങ്ങനെ ഓടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കാന്തങ്ങളുടെ കണികകൾ കിട്ടുകയും അതെല്ലാം പേപ്പറിൻ്റെ മുകളിലൊക്കെ ഇട്ട് അതിൻ്റെ ബാക്കിൽ നമ്മൾ കാന്തം കൊണ്ടൊക്കെ ഓടിച്ചു കഴിയുമ്പോഴേക്കും ഇതൊക്കെ എണീറ്റ് നിൽക്കുന്ന അങ്ങനത്തെ കുറേ ഓർമ്മകളൊക്കെ ഉണ്ട് അവിടെ. നല്ല കുറേ ഓർമ്മകളുള്ള ഒരു സ്ഥലമാണ് വാടേൽ സ്കൂളും പള്ളിയും.
അങ്ങനെ ഞാൻ വാടേൽ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ നിന്ന് മാറി പിന്നീട് ഞാൻ ഞാറക്കൽ സെൻറ്റ് മേരീസ് UP സ്കൂളിലേക്ക് വരികയും 5ാം ക്ലാസ് മുതൽ 7 വരെ അവിടെയാണ് ഞാൻ പഠിച്ചത്. ശരിക്ക് അക്കാലത്ത് എൻ്റെ ഇടവകപ്പള്ളി ഞാറക്കലായിരുന്നു. ഞങ്ങൾ നായരമ്പലത്തിന് പള്ളിയില്ലായിരുന്നു. അന്ന് അവിടെ ഒരു കപ്പേളയുണ്ടായിരുന്നു. പിന്നീട് ആ കപ്പേളയിൽ അവിടെ ഒരു പള്ളി വരികയും ഇവിടുന്ന് ഞാറക്കിൽ നിന്നുള്ള വീതം വാങ്ങി അവിടെ ഒരു പള്ളി വരികയും ആ പള്ളിയിൽ കുർബാനയ്ക്ക് പോവുകയും പഠനത്തിനായി ഞാറക്കൽ പള്ളിയോട് ചേർന്നുള്ള സെൻറ്റ് മേരീസ് സ്കൂളിൽ വരികയും ചെയ്തു. അന്ന് ഞങ്ങൾ വാടേൽ പള്ളിയിലാണ് കുർബാനയ്ക്ക് പോയിരുന്നതെങ്കിലും ഞങ്ങളുടെ യഥാർത്ഥ ഇടവകപ്പള്ളി ഞാറക്കൽ പള്ളിയായിരുന്നു, ഞാറക്കൽ സെൻറ്റ് മേരീസ് ചർച്ച്. ഈ വാടേൽ സ്കൂളിലെ വിദ്യാഭ്യാസം 4ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി പിന്നീട് എനിക്ക് പഠിക്കേണ്ടി വന്നത് ഞാറക്കലുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലാണ്. അപ്പോൾ എൻ്റെ വിദ്യാഭ്യാസം 5 മുതൽ 7 വരെ ഞാറക്കൽ പള്ളിയിലുള്ള സെൻറ്റ് മേരീസ് സ്കൂളിലും, കുർബാന ആ സമയത്ത് ഞാറക്കൽ പള്ളിയിലും വാടേപ്പള്ളിയിലുമായിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. ഞാറക്കൽ പള്ളി 2.5 കിലോമീറ്ററോളം അകലെ ഉള്ളതിനാൽ പലപ്പോഴും വാടേൽ പള്ളിയിലാണ് ഞങ്ങൾ കുർബാനയ്ക്ക് പോയിരുന്നത്. എന്നാൽ പിന്നീട് ആ കാലഘട്ടത്തിൽ ഞാറക്കൽ പള്ളിയുടെ തന്നെ കപ്പേളയായ എൻ്റെ വീടിനടുത്തുള്ള സാഞ്ചോപുരം എന്ന സ്ഥലത്ത് അവിടെ ഒരു ദേവാലയം വരികയും ഞങ്ങളുടെ ഇടവകപ്പള്ളിയായി അത് മാറുകയും ചെയ്തു. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന സമയത്ത് 7ാം ക്ലാസ്സിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. 7ാം ക്ലാസ്സിൽ വെച്ച് ഞങ്ങളെ ഡ്രോയിങ് പഠിപ്പിച്ചിരുന്ന ജെയിംസ് സാർ ഒരിക്കൽ സ്കൂളിൽ വരികയും അദ്ദേഹം എല്ലാവരോടും ഒരു മരം വരയ്ക്കാൻ പറയുകയും അന്ന് ഞാൻ വരച്ച മരം അത് മാഷിന് വളരെ ഇഷ്ടപ്പെട്ടപ്പോൾ മാഷ് പറഞ്ഞു എല്ലാവരും ജെയ്മോൻ വരച്ച മരം നോക്കി വരയ്ക്കാൻ പറയുന്നു. ആ സമയത്താണ് എനിക്കെന്തോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് ഉള്ളിലൊരു തോന്നലുണ്ടാവുന്നു. അങ്ങനെ വന്നപ്പോഴാണ് പലരും വന്നിട്ട് എന്നോട് മരം വരച്ചു കൊടുക്കാൻ പറയുകയും ഞാൻ അവർക്കൊക്കെ വരച്ചു കൊടുക്കുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തോന്നി ഞാനൊരു കലാപരമായിട്ട് എന്തൊക്കെയോ കഴിവുകളുള്ള ആളാണെന്ന് തിരിച്ചറിഞ്ഞത് സത്യത്തിൽ അന്നാണ്. അതുവരെ എന്നിൽ യാതൊരു കലാപ്രവർത്തനവും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ. ചെറുപ്പത്തിലൊന്നും ഞാൻ വരയ്ക്കൊന്നും ഇല്ലായിരുന്നു. എനിക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു. ഈ മാഷ് എനിക്ക് തന്ന പ്രോത്സാഹനവും കുട്ടികൾ ഞാൻ വരയ്ക്കുന്നതിനോട് കാണിക്കുന്ന ആ താല്പര്യവും എല്ലാം കൂടി ആയപ്പോൾ ഞാൻ കൂടുതൽ വരയ്ക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ പത്രത്തിലും മാസികകളിലൊക്കെ കാണുന്ന ചില നടീനടന്മാരുടെ പടങ്ങളൊക്കെ വരയ്ക്കാൻ തുടങ്ങിയപ്പോൾ അടുത്തുള്ള വീടുകളിൽ നിന്ന് പലരും എന്നെക്കൊണ്ട് പലതും വരപ്പിക്കാൻ തുടങ്ങി. കുറച്ചും കൂടി ഞാൻ ഉയർന്നു വന്നപ്പോഴേക്കും ഏതാണ്ട് 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും BEdകാർക്ക് വേണ്ടിയിട്ട് കുറേ ചാർട്ടുകൾ തയ്യാറാക്കണം. അപ്പോൾ അന്ന് കാലത്ത് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട പല ആളുകളെയും വരയ്ക്കേണ്ട പ്രോജക്റ്റൊക്കെ അവർക്ക് വരികയും അതെല്ലാം തന്നെ ഞാൻ അവർക്ക് വരച്ചു കൊടുക്കുകയും ഇങ്ങനെ വരച്ചു കൊടുക്കുമ്പോൾ ചിലർ അതിനെന്തെങ്കിലും ഗിഫ്റ്റ് മേടിച്ച് തരും, ചിലർ കുറച്ച് കാശ് തരും. അങ്ങനെ ഇതൊരു ചെറിയ വരുമാനങ്ങൾ എനിക്ക് അതിൽ നിന്ന് വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ മനസ്സിൽ കലാപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ചിന്ത വരികയുണ്ടായി. പിന്നീട് ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസത്തിന് ശേഷം ഞാറക്കൽ സെൻറ്റ് മേരീസ് ചർച്ചിൻ്റെ തന്നെ കോളേജായ മേരിമാതാ കോളേജിലേക്ക് പോവുകയും അവിടെയാണ് എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസ കാലം. ആ സമയത്തും ഞാൻ അവിടെ കോളേജിൽ പഠിപ്പിക്കുന്ന പല അധ്യാപകരെയും അവരെടുക്കുന്ന ക്ലാസ്സുകളുടെ രീതിയും ഒക്കെയായി ഒരു 200 പേജിൻ്റെ പുസ്തകം നിറച്ച് കാർട്ടൂൺ പോലെ വരയ്ക്കുകയും എഴുതുകയൊക്കെ ചെയ്തത് അക്കാലത്ത് കോളേജിൽ ഇങ്ങനെ എല്ലാ പിള്ളേരുടെ ഇടയിൽ ആ ബുക്ക് ഇങ്ങനെ കറങ്ങി നടന്നു കുറേ നാളുകൾ. അതൊരിക്കൽ പ്രിൻസിപ്പളച്ച പിടിക്കുകയും അതിലെ എൻ്റെ കഴിവ് കണ്ടിട്ടോ എന്തോ അദ്ദേഹം അത് വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. അതിൽ പലരെയും ആക്ഷേപിക്കുന്ന രീതിയിൽ, ആക്ഷേപഹാസ്യം കലർന്ന രീതിയിലായിരുന്നു ആ ക്ലാസ്സുകൾ എടുക്കുന്നതിലുള്ള അവരുടെ അപാകതകളും നർമ്മവും എല്ലാം ചേർത്ത് ഉള്ള വരകളായിരുന്നു. അതിൽ വരകളും എഴുത്തുമായിരുന്നു. അപ്പോൾ അദ്ദേഹം എൻ്റെ കഴിവിനെ പ്രോത്സാഹിപ്പിക്കുകയും എന്നാൽ ഇനി അങ്ങനെയൊന്നും ക്ലാസ് എടുക്കുന്ന സമയത്ത് ചെയ്യരുതെന്ന് ശാസിക്കുകയും ചെയ്തെങ്കിലും അതെല്ലാം എന്നിൽ വളരെ വലിയൊരു തിരിച്ചറിവാണ് ഉണ്ടാക്കിയത്. അങ്ങനെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് ശേഷം എനിക്ക് തോന്നി ചിത്രകല പഠിക്കണമെന്ന്. പക്ഷേ എൻ്റെ അപ്പാപ്പൻ മുഴുവൻ സമയ ഒരു
കലാകാരനായി നടന്നതുകൊണ്ട് കുടുംബത്തിലെ പല കാര്യങ്ങളിലും പോരായ്മകൾ വന്നിരുന്നത് കൊണ്ട് എൻ്റെ അപ്പച്ചന് കലയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നത് വലിയ താല്പര്യമുണ്ടായിരുന്നില്ല. എങ്കിലും എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി പറവൂരിലുള്ള ചിത്രസദനം എന്ന ചിത്രകലാ വിദ്യാലയത്തിൽ ഞാൻ ചേരുകയും 3 വർഷത്തോളം ആണ് അതിൻ്റെ കോഴ്സ് കാലാവധി. അതിൽ 1.5 വർഷത്തോളം ഞാൻ അവിടെ പഠിക്കുകയും പിന്നീട് യാത്രാ സൗകര്യം പരിഗണിച്ച് പള്ളത്താങ്കുളങ്ങര വളവിലുള്ള അമൃത എന്ന് പറയുന്ന സ്ഥാപനത്തിൽ ഒരു 1.5 വർഷവും, അങ്ങനെ 2 സ്ഥലത്തായിട്ടാണ് എൻ്റെ ചിത്രകലയിലെ ഡിപ്ലോമ ഞാൻ പൂർത്തിയാക്കുന്നത്. അങ്ങനെ 3 വർഷത്തെ വിദ്യാഭ്യാസത്തിന് ശേഷം ഞാൻ ചിത്രകലയുമായി ബന്ധപ്പെട്ട പരസ്യകല, അന്ന് സിനിമ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു പരസ്യകലാകാരനായിരുന്നു ആർട്ടിസ്റ്റ് കിത്തോ. ഞാൻ എറണാകുളത്തുള്ള അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ ചെന്ന് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹം എനിക്ക് അവിടെ ഒരു ട്രെയിനിയായിട്ട് ജോലി തരികയും ചെയ്തു. അങ്ങനെയാണ് എൻ്റെ കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതമാർഗം മുന്നോട്ട് പോകുന്നത്. അങ്ങനെ അവിടെ ഒരു 5 വർഷത്തോളം ഞാൻ ജോലി ചെയ്യുകയും ആ സമയത്ത് നിരവധി പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ സാധിക്കുകയും ഒരുപാട് പ്രഗത്ഭരായ ആളുകളെ പരിചയപ്പെടുവാൻ സാധിക്കുകയും എനിക്ക് ചെയ്തു. അതെല്ലാം എൻ്റെ ജീവിതത്തിലെ വലിയൊരു മുതൽക്കൂട്ടായിട്ട് ഞാൻ കാണുന്നു. എന്നാൽ എന്നിൽ ചിത്രകല അല്ലാതെ വേറെ യാതൊരു കഴിവുകളുമില്ലാത്ത ഒരാളാണെന്നാണ് ഞാൻ വിശ്വസിച്ചിരുന്നത്. എങ്കിൽ പോലും പണ്ട് കാലത്ത് ഞാൻ നായർമ്പലത്ത് താമസിക്കുന്ന സമയത്ത് അടുത്തുള്ള പള്ളി, പുതിയതായിട്ട് വന്ന പള്ളിയിൽ അച്ഛന്മാർ മാറിപ്പോകുന്ന സമയത്ത് ആ അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് ഞാൻ ചില കവിതകൾ, അവർ മാറിപ്പോകുമ്പോൾ അവർ അവിടെ ചെയ്ത പ്രവർത്തനവും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടൊരു കവിതകൾ എഴുതുകയും അതെൻ്റെ സഹോദരി അവരുടെ യാത്രയപ്പ് വേളയിൽ അവിടെ പാടുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് കവിതയോടൊരു അഭിനിവേശം പണ്ട് മുതലേ മനസ്സിലുണ്ടായിരുന്നെങ്കിലും വേറെ പിന്നീട് ഞാൻ അങ്ങനെ എഴുതുമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ജീവിത തിരക്കിൽ ഇങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ് ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഒരു 5 വർഷക്കാലം കിത്തോയുടെ കൂടെ വർക്ക് ചെയ്യുകയും ആ സമയത്ത് അവിടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ വചനോത്സവം എന്ന പുസ്തകം വരികയും ആ പുസ്തകം ചെയ്യുന്നതിൽ മുഖ്യമായ ഒരു പങ്ക് വഹിക്കാൻ എനിക്ക് സാധിക്കുകയും ചെയ്തു. അന്ന് അവിടെ വന്നിരുന്നത് ജോൺ എഫ് ചെറിയവിളി എന്ന അച്ഛനാണ് ആ പുസ്തകത്തിൻ്റെ രൂപകൽപ്പനയുമായി വന്നിരുന്നത്. അതുകൂടാതെ പല ഭാഷകളിലുള്ള ബുക്കുകൾ ചെയ്യുന്നതിന് വേണ്ടി പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആ ഭാഷയുമായി ബന്ധപ്പെട്ട അധ്യാപകർ വരികയും അവർക്കെല്ലാം ഒരു ദിവസത്തെ അവധിക്കൊക്കെയാണ് അവർ വരുന്നത്. വന്ന് അന്ന് തന്നെ ചെയ്ത് രാത്രിക്കുള്ളിൽ അവർക്ക് തീർത്ത് പോകണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വേണ്ട എല്ലാവിധ വരകളും ചെയ്തിരുന്നത് കിത്തോ ചേട്ടനും അതിൻ്റെ ലേഔട്ട് ചെയ്തിരുന്നത് ഞാനുമാണ്. ഏതാണ്ട് 6-7 ഭാഷകളിൽ അന്ന് വചനോത്സവം ഇറങ്ങിയിരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. കന്നഡ, തമിഴ്, തെലുങ്ക്, അങ്ങനെ ഹിന്ദി, മലയാളം, ഇംഗ്ലീഷ് അങ്ങനെ ഭാഷകളിലാണ് അത് ഇറങ്ങിയിരുന്നത്. അപ്പോൾ ഇതെല്ലാം ഓരോ അധ്യാപകർ വരികയും അവരുടെ സൗകര്യത്തിനനുസരിച്ചിരുന്ന് ഞാൻ രാവിലെ തുടങ്ങുന്ന വർക്ക് ചിലപ്പോൾ രാത്രി 2 മണി വരെയൊക്കെ ഇരുന്ന് ആ വർക്ക് തീർത്തിട്ട് അവരുടെ സൗകര്യത്തിന് വേണ്ടി അന്ന് തീർത്ത് കൊടുത്തിട്ടാണ് അവർ വിടുന്നത്. എന്നിട്ട് ഡിവൈൻ്റെ വണ്ടിക്ക് തന്നെ അന്ന് എറണാകുളം ജില്ലയിൽ നിന്ന് വൈപ്പിനിലേക്ക് പാലമൊന്നുമില്ല, അങ്ങനത്തെ ഒരു സമയമാണ്. ആ സമയത്ത് ഡിവൈൻ്റെ വണ്ടിക്ക് ആലുവ വഴി കറങ്ങി എൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ടാണ് അവരെല്ലാം തിരിച്ചു പോകുന്നത്. അങ്ങനത്തെ ആ ഒരു പ്രവൃത്തി പരിചയം പിന്നീട് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വളർച്ചയ്ക്ക് കാരണമായി. അങ്ങനെ കിത്തോ ചേട്ടൻ്റെ അടുത്ത് ഞാൻ വചനോത്സവം ചെയ്തു പോകുന്നതിനിടയ്ക്ക് തന്നെ അതോടൊപ്പം തന്നെയാണ് സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ് എല്ലാം നടത്തിക്കൊണ്ടുപോയിരുന്നത്. വളരെ തിരക്ക് പിടിച്ച ഒരു ജീവിത രീതിയാണ് സിനിമാ ലോകം എന്ന് പറഞ്ഞാൽ. ഓരോ സിനിമയ്ക്കും വലിയൊരു ആൽബം വരികയും ആ ആൽബം നോക്കിയാൽ തന്നെ നമുക്ക് ഏകദേശം ആ സിനിമയുടെ ഒരു കഥ മനസ്സിലാവും. ആ രീതിയിലാണ് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ രംഗങ്ങളും അവർ സ്റ്റില്ലാക്കി മാറ്റി നമ്മൾക്ക് തരികയും നമ്മൾ അതിൽ നിന്ന് ഇഷ്ടപ്പെട്ട സ്റ്റില്ലുകൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയും ആ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന സ്റ്റില്ല് നമ്മൾ പറയുന്ന സൈസിൽ നമുക്ക് പ്രിൻ്റ് ചെയ്ത് ആ പ്രിൻ്റുകൾ നമുക്ക് എത്തിച്ചു തരികയും അത് കട്ട് ചെയ്ത് റബ്ബർ സൊല്യൂഷൻ വെച്ച് ഒട്ടിച്ച് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ അതിനു മുമ്പ് സ്പ്രേ ഒക്കെ ചെയ്ത് അങ്ങനെയാണ് അന്നത്തെ പോസ്റ്റർ ഡിസൈനിങ് നടക്കുന്നത്.
അതിൽ ടൈപ്പുകളൊക്കെ പല വിധത്തിൽ എഴുതി കാണിച്ച് അതിലേതെങ്കിലും ഒരെണ്ണം ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ ഇഷ്ടപ്പെട്ട് അത് അംഗീകരിച്ചതിന് ശേഷമാണ് സിനിമയുടെ പോസ്റ്റർ ഡിസൈനിങ് ആരംഭിക്കുന്നത്. അപ്പോൾ ഓരോ ഫോട്ടോയ്ക്കും പറ്റിയ രീതിയിലുള്ള നല്ല മനോഹരമായ ബാക്ക്ഗ്രൗണ്ടുകൾ എയർ ബ്രഷ് വെച്ചോ അല്ലാതെ ബ്രഷ് വെച്ചോ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ചില സ്ട്രോക്കുകളൊക്കെ ഇട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോയിൽ നിന്നുള്ള നല്ല ദൃശ്യങ്ങൾ കട്ട് ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ആക്കിയോ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പോസ്റ്റർ ഡിസൈനിങ്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം ആദ്യം സ്പ്രേ ചെയ്ത് കുറേ ഫോട്ടോസൊക്കെ ഒട്ടിച്ച് പിന്നെ ഒരു ബട്ടർ പേപ്പർ ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് അതിൻ്റെ ലെറ്റർ, ആ സിനിമയുടെ ടൈറ്റിൽ വെക്കുന്നത്. അങ്ങനെ ആ ഡിസൈനുകൾ മദ്രാസിലേക്ക് അയച്ചു കൊടുക്കുകയും അവരവിടെ അത് ഫിലിം പ്രോസസ്സ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ ആ മുകളിൽ കാണിച്ച് മാർക്ക് ചെയ്തിട്ടുള്ള കളറൊക്കെ അടക്കമുള്ള ഒരു പൂർണ്ണ രൂപം നമ്മൾക്ക് കാണുന്നത്. അങ്ങനെ നിരവധി സിനിമകൾ ചെയ്യാനുള്ള അവസരം എനിക്കുണ്ടായിരുന്നു. അക്കാലത്ത് കുടുംബസമേതം, ജയരാജൻ്റെ കുടുംബസമേതം, പിന്നെ കൂടുതൽ വർക്കുകൾ ചെയ്തിട്ടുള്ള തമ്പി കണ്ണന്താനത്തിൻ്റെയാണ്, നാടോടി, ചുക്കാൻ, പിന്നെ വേറെ പലരുടെ തലമുറ, അതുപോലെ ജോൺ പോളിൻ്റെ പുറപ്പാട്, അങ്ങനെ നിരവധി സിനിമകൾ, സത്യനന്ദിക്കാടിൻ്റെ സന്ദേശം, അങ്ങനെ നിരവധി സിനിമകൾ ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നു. എനിക്ക് തോന്നുന്നു ഏതോ 1-2 സിനിമകൾ എൻ്റെ ഗുരുവായ കിത്തു ചേട്ടന് എന്തോ അസുഖം ബാധിച്ച് 1 മാസത്തോളം വരാതിരിക്കുകയും ആ സമയത്ത് പൂർണ്ണമായ ആ ഓഫീസിൻ്റെ ഉത്തരവാദിത്വം എന്നിൽ നിക്ഷിപ്തമാകുകയും അങ്ങനെ ഞാൻ നിരവധി പോസ്റ്ററുകൾ സ്വന്തമായി ചെയ്യുവാനുള്ള അവസരവും എനിക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ തമ്മിൽ, ഞാനും കിത്തു ചേട്ടനും തമ്മിൽ ഒരു ഗുരുശിഷ്യനെ പോലെ വളരെ ആത്മാർത്ഥമായ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് എന്നും അവിടെ തന്നെ നിൽക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹമെങ്കിലും 5 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ മറ്റൊരു പരസ്യകലാ സ്ഥാപനത്തിലേക്ക് കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു ജോലിയിലേക്ക് മാറുകയും അങ്ങനെ അഡ്വർടൈസിങ് ഏജൻസികളിൽ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. പ്ലഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ അന്നത്തെ കാലത്തെ വലിയൊരു പ്രസ്ഥാനമായിരുന്നു മുദ്ര കമ്മ്യൂണിക്കേഷൻസ്. അവിടെ ഞാൻ വൈകുന്നേരങ്ങളിൽ ഫ്രീലാൻസായി വർക്ക് ചെയ്യുകയും അങ്ങനെ കുറച്ച് വർഷം ജോലി ചെയ്യുകയും അതിനുശേഷം ഞാൻ സ്വന്തമായി കാസറ്റ് ഡിസൈനിങ്ങും മറ്റ് പ്രിൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട വർക്കിലേക്ക് തിരികുകയും ചെയ്തു. എനിക്ക് വേണമെങ്കിൽ സിനിമ പോസ്റ്റർ ഡിസൈനിങ്ങിലേക്ക് തിരിയാമായിരുന്നു, പല ബന്ധങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ ആ കല പഠിപ്പിച്ചു തന്ന ഗുരുവിന് യാതൊരു വിധത്തിലും എന്നിൽ നിന്ന് ആ മേഖലയിൽ ഒരു ഇതും വരരുത് എന്ന് കരുതി ഞാൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മറ്റ് പരസ്യ രംഗത്തേക്കാണ് ഞാൻ പോയത്. ഏതാണ്ട് കിത്തോച്ചൻ്റെ മാറി ഒരു 2-3 വർഷത്തിന് ശേഷം ഞാൻ സ്വന്തമായി അക്കാലത്ത് ഒരു കമ്പ്യൂട്ടർ എടുക്കുകയും, അന്ന് എറണാകുളത്തൊക്കെ വിരലിലെണ്ണാവുന്ന കമ്പ്യൂട്ടറുകളുള്ളൂ, അതിനൊരു ധൈര്യം കാണിക്കുകയും ഞാൻ പലരെ കൊണ്ടും ഇടയ്ക്കിടയ്ക്ക് ചെന്ന് കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യിക്കുമ്പോൾ ഉള്ള ആ എക്സ്പീരിയൻസ് വെച്ചിട്ട്, ആ ഓർമ്മ വെച്ചിട്ട് ഞാൻ സ്വയം കമ്പ്യൂട്ടർ ചെയ്ത് നോക്കി അങ്ങനെ കമ്പ്യൂട്ടറിൽ വരികയും ചെയ്തുകൊണ്ട് എനിക്ക് ആ കാലഘട്ടത്തിൽ തന്നെ മറ്റുള്ളവർക്കൊപ്പം തന്നെ നടന്നു നീങ്ങാൻ സാധിച്ചു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിജയമായി ഞാൻ കാണുന്നത്. അന്ന് കമ്പ്യൂട്ടർ വാങ്ങിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്നൊന്നും അങ്ങനെ വാങ്ങിക്കാൻ പറ്റാത്തൊരു റേറ്റാണ് കമ്പ്യൂട്ടറിന്. അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു 25 വർഷത്തിന് മുമ്പാണത്. 25 വർഷത്തിന് മുമ്പ് 55,000 രൂപ എന്തോ കൊടുത്താണ് ഒരു കമ്പ്യൂട്ടർ വാങ്ങുന്നത്. കുറച്ച് ദിവസം ഇങ്ങനെ അത് നോക്കി പകച്ചിരുന്നു. പക്ഷേ പിന്നീട് നമ്മളുടെ കൈപ്പിടിയിൽ അത് ഒതുങ്ങി. അങ്ങനെ അതിലെ എല്ലാ വെട്ടും തടയും പഠിച്ചു. അങ്ങനെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു പ്രസ്ഥാനം തെളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആ സമയത്ത് എൻ്റെ കൂടെ ഒരാളെ പാർട്ണറായി ചേർക്കുകയും, അതെൻ്റെ പഴയകാല ഒരു സുഹൃത്താണ് ബാബു കുരുവിള. അങ്ങനെ അദ്ദേഹം അതിലേക്ക് വേണ്ട പരസ്യത്തിലേക്ക് വേണ്ട കോപ്പി റൈറ്റിങ്ങും ഞാൻ മറ്റ് ഡിസൈനിങ്ങും കാര്യങ്ങളുമൊക്കെയായി ഞങ്ങൾ ഒരുമിച്ച് കുറേ വർഷങ്ങളോളം, ഏതാണ്ട് 10-20 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് നടത്തുകയും പിന്നീട് കോവിഡ് കാലഘട്ടം വന്നപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ പിരിയുകയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്ന് ഞാൻ എൻ്റെ വീട്ടിലിരുന്നും ഡിസൈനിങ്ങും മറ്റു കാര്യങ്ങളും ചെയ്യുകയും അങ്ങനെ ഞാൻ ഇപ്പോൾ സ്വന്തമായിട്ട് ബ്രാൻഡ് ഇംപ്രസ് എന്ന പേരിൽ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇങ്ങനെ പോകുന്ന സമയത്താണ് എന്നിലേക്ക് മറ്റു പല കലകളും കടന്നു വരുന്നത്. സത്യം പറഞ്ഞാൽ എൻ്റെ വീട് നായരമ്പലത്തു നിന്ന് മാറി കുറച്ച് ഏതാണ്ട് 12 വർഷം മുമ്പ് ഞാൻ ഞാറക്കൽ എന്ന പ്രദേശത്ത് വന്ന് ഒരു സ്ഥലം വാങ്ങി അവിടെ എൻ്റെ വീട് വയ്ക്കുകയും, അന്ന് വീട് വെച്ചപ്പോൾ ഞാൻ എൻ്റെ തിരുഹൃദയത്തിൻ്റെ മുകളിലായി ദൈവമേ എനിക്ക് അങ്ങേ കൃപ മാത്രം മതി എന്നൊരു വാചകം അവിടെ എഴുതി വയ്ക്കുകയും, എന്തോ ഞാനായി എഴുതി വെച്ചത് ദൈവം എന്നിൽ വലിയൊരു അനുഗ്രഹമായി
തിരിച്ചു തരുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാനിവിടെ വന്ന് പെര വെച്ച് താമസിച്ചതിന് ശേഷമാണ് എന്നിലുള്ള എല്ലാ കലകളും നിറഞ്ഞൊഴുകാൻ തുടങ്ങിയത്. ഞാൻ ഇവിടെ വന്നതിന് ശേഷം പള്ളിയുമായി ബന്ധപ്പെട്ട് കരോൾ ഗാന മത്സരങ്ങളിൽ ഞങ്ങളുടെ യൂണിറ്റ് പങ്കെടുക്കുകയും അതിൽ ഒരു പാട്ടെടുത്ത് എല്ലാവരും പഠിക്കുകയും അന്ന് നയിച്ചിരുന്ന ജോജോ പയ്യപ്പള്ളി എന്ന ചേട്ടൻ എന്നോട് ഒരു 5-6 വരി എഴുതാൻ പറയുകയും ഞാൻ ആ ഒരു പാട്ടിനൊപ്പം ഒരു 4-5 വരി എഴുതി ചേർക്കുകയും അത് വളരെ ചേർച്ചയുള്ളതായിട്ട് എല്ലാവർക്കും പാടാൻ പറ്റുകയും ചെയ്തപ്പോഴാണ് എന്നിൽ പാട്ട് എഴുതുവാനുള്ള ഒരു കഴിവുണ്ടെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അതിനുശേഷമാണ് ഞാൻ പാട്ടുകൾ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെ എഴുതി 100 കണക്കിന് പാട്ടുകൾ എനിക്ക് എഴുതാൻ സാധിക്കുകയും അതിൽ ആദ്യ CD-യായ അപാര സ്നേഹം എന്ന CD മനോരമ മാർക്കറ്റ് ചെയ്യുകയും അതേ തുടർന്ന് തങ്കിപ്പള്ളിയുമായി സഹകരിച്ച് മറ്റൊരു CD ഇറക്കുകയും അങ്ങനെ 3ഓളം CD-കൾ മനോരമ എൻ്റെ മാർക്കറ്റിംഗ് ചെയ്യുകയും ഇപ്പോൾ ഏകദേശം 40ഓളം പാട്ടുകൾ മനോരമ എൻ്റേതായിട്ട് അവരുടേതായിട്ട് സ്വന്തമായി വാങ്ങിച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ യൂട്യൂബുകളിൽ ലഭ്യമാണ്. അങ്ങനെ ഒരു മേഖലയിലേക്ക് എനിക്ക് വളർന്ന് കയറുവാൻ തുടങ്ങി. ഞാൻ സംഗീതം വളരെ കുറച്ച് മാത്രം, അതായത് ഏതാണ്ട് ഒരു മാസമോ 2 മാസമോ ഏതാണ്ട് ഗിറ്റാർ ഒന്ന് പഠിക്കാൻ പോയും പിന്നെ എൻ്റെ ജീവിത തിരക്കിൽ അത് എനിക്ക് മുഴുമിപ്പിക്കാനാവാതെ ഞാൻ അതിൽ നിന്ന് പുറകോട്ട് പോരുകയും അങ്ങനെ പോന്ന ഒരു സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പരിചയം മാത്രമേ എനിക്ക് സംഗീത രംഗത്തുള്ളൂ. വേറെ ആധികാരികമായി യാതൊരു പരിചയമില്ല. പക്ഷേ ഏതൊരു പാട്ട് എഴുതുമ്പോഴും അതിന് വേണ്ട താളത്തെക്കുറിച്ച് എനിക്ക് ബോധമുണ്ട്. ആ ഒരു താളത്തിലാണ് ഞാൻ എഴുതി പോകുന്നത്. അങ്ങനെ എഴുതി ഞാൻ തന്നെ ഈണമിട്ട് എഴുതുന്ന പാട്ടുകൾ പലതും ഇതുപോലെ മനോരമയ്ക്ക് വേണ്ടിയും മറ്റും ചെയ്യുകയും അതോടൊപ്പം തന്നെ വേറെ പലരും എന്നിലത് ഇങ്ങനെ വർക്കായിട്ട് ഏൽപ്പിക്കുകയും അതിൻ്റെ വീഡിയോയും മറ്റ് ഡയറക്ഷനും എല്ലാ കാര്യങ്ങളും തന്നെ എഡിറ്റിങ്ങും എല്ലാം തന്നെ ഞാൻ ചെയ്തു കൊടുക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ എൻ്റെ പാട്ടെഴുത്തിനൊപ്പം തന്നെ സംഗീതവും എഡിറ്റിങ്ങും ക്യാമറയും എല്ലാം ഞാൻ കൈകാര്യം ചെയ്യാൻ തുടങ്ങി. അതിൻ്റെയൊക്കെ ഒരു ദൈവാനുഗ്രഹം പോലെ എൻ്റെ മകനും എന്നോടൊപ്പം ചേർന്ന് ഞാൻ ചെയ്യുന്ന പാട്ടുകൾ അവൻ പിന്നീട് ക്യാമറ വർക്ക് ചെയ്യുകയും അവൻ എഡിറ്റിങ് എന്നോട് ചോദിച്ച് മനസ്സിലാക്കി കുറേ പഠിക്കുകയും പിന്നെ അവൻ്റേതായ രീതിയിൽ അവനത് ഡെവലപ്പ് ചെയ്യുകയും അവനും നല്ലൊരു ക്യാമറമാനും എഡിറ്ററൊക്കെ ആയി മാറുകയും നിരവധി വർക്കുകൾ അവൻ എനിക്ക് വേണ്ടി എന്നെ പലരും പാട്ട് എഴുതാനും പാട്ട് സംഗീതം ചെയ്യാനും ഏൽപ്പിക്കുന്ന വർക്കുകൾ അവൻ എഡിറ്റിങ്ങും ക്യാമറ വർക്കും എല്ലാം ചെയ്ത് ഭംഗിയാക്കി അവർക്ക് കൊടുക്കുന്നതിലൂടെ അവനും ഒരു വരുമാനം വരികയും അവൻ ഇതിലൊരു ഫീൽഡ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നീട് അവൻ ഒരു വീഡിയോഗ്രാഫറായി മാറുകയും ബാംഗ്ലൂർ പഠനം കഴിഞ്ഞ് അവൻ കുറേ നാളുകൾ അവിടെ വർക്ക് ചെയ്യുകയും ഇപ്പോൾ അവൻ കാനഡയിൽ നല്ല രീതിയിൽ ക്യാമറ വർക്കുമായി മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം ദൈവം എനിക്ക് തന്ന, ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്ത പാട്ടുകളിലൂടെ എനിക്ക് ലഭിച്ച വലിയൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ മകളും ആ വഴിയിലൂടെ തന്നെ ചരിക്കുകയാണ്. അവളും അടുത്ത മാസം കാനഡയ്ക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. അവൾ അവിടെ ചെന്ന് ക്യാമറയുമായി എഡിറ്റിങ്ങും എല്ലാമായി ബന്ധപ്പെട്ട കോഴ്സ് തന്നെയാണ് അവളും ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഇതെല്ലാം ഞാൻ ദൈവത്തിന് വേണ്ടി ചെയ്ത വേലകൾക്കുള്ള വലിയ സമ്മാനമായിട്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ദൈവം, ഞാൻ തേടും സ്നേഹം, നീ നൽകും സ്നേഹം മതി എനിക്ക്, നിൻ സ്നേഹം മാത്രം മതി എനിക്ക്.